ഇറാനുമായി അതിശക്തമായ ഒരു യുദ്ധത്തിനുള്ള വൻ സന്നാഹങ്ങളാണ് ഇപ്പോൾ അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധവിമാനങ്ങൾക്ക് എയറിൽ വെച്ച് റീഫ്യൂവലിംഗ് നടത്തുന്ന വിമാനങ്ങളായ KC-135 വിമാനങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് കഴിഞ്ഞ ദിവസം മാത്രം 10 എണ്ണമാണ് അമേരിക്ക എത്തിച്ചിരിക്കുന്നത്. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിലും അതുപോലെ അമേരിക്കൻ താവളങ്ങളിലുമായി 20 ഇതുപോലുള്ള വിമാനങ്ങൾ നിലവിലുണ്ട്. എന്നാൽ അതിലേക്ക് ഇപ്പോൾ 10 വിമാനവും കൂടെ അമേരിക്ക ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? അമേരിക്കയുടെ F-35 അതുപോലെ തന്നെ F-16 തുടങ്ങിയിട്ടുള്ള യുദ്ധവിമാനങ്ങൾക്ക് എയറിൽ വെച്ചുകൊണ്ട് ഇന്ധനം നിറക്കാൻ പറ്റും. ഏകദേശം 4 യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കാൻ ഈ ടാങ്കറിന് സാധിക്കും. അങ്ങനെ വരുമ്പോൾ അമേരിക്കയുടെ ഏകദേശം 30 ഇതുപോലുള്ള KC-135 ടാങ്കറുകൾ ഉപയോഗിച്ച് 120 യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നൽകാൻ സാധിക്കും. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അമേരിക്ക ഇറാന്റെ ബോർഡറിനോട് അടുത്ത പ്രദേശങ്ങളിൽ നിന്നല്ല യുദ്ധം ചെയ്യുക എന്നാണ്. കാരണം അങ്ങനെ അടുത്താണെങ്കിൽ ഏകദേശം 1000 കിലോമീറ്ററിന് ഉള്ളിലുള്ള ഏരിയയാണ് ആക്രമിക്കുന്നതെങ്കിൽ അമേരിക്കക്ക് പ്രത്യേകമായി ഇന്ധനം നിറക്കേണ്ട, അതായത് എയറിൽ വെച്ച് ഇന്ധനം നിറക്കേണ്ട സാഹചര്യം വരികയില്ല. പക്ഷേ കൂടുതൽ ദൂരെ നിന്നുകൊണ്ടാണ് ഈ ആക്രമണം ഉദ്ദേശിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. കാരണം ആ ആക്രമിക്കുന്ന ബേസുകളെ ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യമിടും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള യുദ്ധവിമാനങ്ങളും അവരുടെ ആയുധങ്ങളും ഒക്കെ തകർക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കണം ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. എന്തായിരുന്നാലും 120 യുദ്ധവിമാനം വെച്ച് ആക്രമിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു യുദ്ധവിമാനത്തിന് അമേരിക്കയുടെ ശക്തമായ ക്രൂസ് മിസൈലുകൾ 2 ക്രൂസ് മിസൈലുകൾ വഹിക്കാൻ സാധിക്കും. 120 വിമാനങ്ങൾ 2 ക്രൂസ് മിസൈൽ വഹിക്കുമ്പോൾ 240 ക്രൂസ് മിസൈലുകളെ കൊണ്ട് ആക്രമിക്കാൻ സാധിക്കും. യുദ്ധവിമാനങ്ങൾക്കപ്പുറം അമേരിക്കയുടെ അന്തർവാഹിനികളിൽ നിന്നും അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകളിൽ നിന്നുമായി വേറെയും ക്രൂസ് മിസൈലുകൾ ഉപയോഗിക്കാനുള്ള, പ്രത്യേകിച്ച് ടോമഹാക്ക് പോലുള്ള ക്രൂസ് മിസൈൽ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു 250-ലധികം ക്രൂസ് മിസൈലുകൾ ഒരേ സമയം ഇറാനെതിരെ ഉപയോഗിക്കുക എന്നത് അമേരിക്ക ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു നീക്കമായിരിക്കുമെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രൂസ് മിസൈലുകൾ ആകുമ്പോൾ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അതിനെ തടസ്സപ്പെടുത്താൻ വലിയ പ്രയാസമാണ്. കാരണം ഇത് ലക്ഷ്യത്തിലെത്തുന്നത് വരെ അതിന്റെ ദിശ മാറ്റാൻ സാധിക്കും. ഇതിൽ കാണുന്ന ഈ ചിറകുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നിലും അതുപോലെ തന്നെ മുൻഭാഗത്തും ചിറകുകളുണ്ട്. ഈ ചിറകുകൾ ഉപയോഗിച്ച് അതിന്റെ ദിശ മാറ്റാൻ ഏത് സമയത്തും സാധ്യമാണ്. നേരെ വരുന്ന ഒരു പ്രതിരോധ മിസൈൽ, ആ മിസൈലിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇതിന്റെ ഈ ചിറകുകൾ മുഖേന ക്രൂസ് മിസൈലുകൾക്ക് സാധ്യമാണ്. മാത്രമല്ല ഇതിൽ ജെറ്റ് എഞ്ചിനുകളാണ് ക്രൂസ് മിസൈലുകളിൽ അധികവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് ലക്ഷ്യത്തിലേക്ക് തെറ്റാതെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ ഏത് രീതിയിലായിരിക്കും ഇറാൻ സജ്ജമായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇത്തരം ക്രൂസ് മിസൈലുകളെ ഏത് രീതിയിൽ പ്രതിരോധിക്കണമെന്നത് ഇറാന്റെ മുന്നിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. എന്തായാലും അതിശക്തമായ ഒരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്ന കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ഈ 120 യുദ്ധവിമാനങ്ങളും മിസൈൽ വഹിച്ച് അറ്റാക്ക് ചെയ്യുന്ന യുദ്ധവിമാനങ്ങളല്ല. ചിലതൊക്കെ എയറിൽ വെച്ചുള്ള ഫൈറ്റർ യുദ്ധവിമാനങ്ങളാണ്. ഈ യുദ്ധവിമാനങ്ങൾക്കൊപ്പം അതിന്റെ കൂടെ ആവശ്യമുണ്ട്. കാരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു യുദ്ധവിമാനം ഇതിനെ ആക്രമിക്കാൻ വേണ്ടി എയർ ടു എയർ മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കാൻ വരുമ്പോൾ അതിനെ തടുത്തു നിർത്താൻ, അല്ലെങ്കിൽ അതിനോട് നേരെ ആക്രമണം നടത്താൻ, അതായത് എയറിൽ വെച്ച് തന്നെ വിമാനങ്ങൾ തമ്മിലുള്ള ആക്രമണം നടത്താൻ ഒരുപക്ഷെ ഈ മിസൈൽ വഹിച്ചു പോയി ആക്രമിക്കുന്ന യുദ്ധവിമാനങ്ങൾക്ക് സാധിക്കുകയില്ല. അതിന് ഫൈറ്റർ ജെറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം യുദ്ധവിമാനങ്ങൾക്കും ഇന്ധനം ആവശ്യമായി വരും. അതുകൊണ്ട് എന്തായാലും 240 എന്നതിന് താഴെ ആയിരിക്കും ഈ ഒരു നമ്പർ ഉണ്ടാകുക. പക്ഷേ കടലിൽ നിന്നുള്ള ഈ ക്രൂസ് മിസൈൽ കൂടെ നമ്മൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു വലിയ ക്വാണ്ടിറ്റി തന്നെ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമിക്കും. പക്ഷേ മഡ്രോയെ വെനിസുലയിൽ നിന്ന് പൊക്കിയ പോലെയൊന്നും പൊക്കിയെടുക്കാൻ ഇറാനിൽ നിന്ന് സാധിക്കില്ല എന്ന കാര്യം വ്യക്തമാണ്. കാരണം അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊന്നും ഹെലികോപ്റ്ററുകളോ മറ്റോ ഉപയോഗിക്കാൻ അമേരിക്കക്ക് സാധിക്കുകയില്ല. യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ആളുകളെ താഴെ നിന്ന് പൊക്കിയെടുക്കാൻ കഴിയില്ല. അതിന് ഹെലികോപ്റ്ററുകൾ ആവശ്യമാണ്. പക്ഷേ ഹെലികോപ്റ്ററുകൾക്ക് യുദ്ധവിമാനങ്ങളുടെ അത്ര തന്നെ സ്പീഡ് ലഭിക്കുകയില്ല. മാത്രമല്ല അതിന് സഞ്ചരിക്കാനുള്ള സമയം, അതുപോലെ ദൂരം, അതൊന്നും യുദ്ധവിമാനങ്ങളെ പോലെ അല്ല. അതുകൊണ്ട് തന്നെ അത്രയും ദൂരം സഞ്ചരിച്ചു വന്ന് ഇത്തരം ഒരു സ്ട്രൈക്ക് നടത്തുക എന്നത് പോസിബിൾ ആയ കാര്യമല്ല. അതുകൊണ്ട് ആദ്യം ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ ഇല്ലാതാക്കുക,
അതുപോലെ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുക, ഒരുപക്ഷെ ലീഡർമാരെ ലക്ഷ്യമിടുക, ഇതൊക്കെയായിരിക്കും ആദ്യം ചെയ്യുക. അതോടൊപ്പം അമേരിക്കയുടെ B2 സ്പിരിറ്റ് പോലുള്ള ശക്തമായ സ്ട്രാറ്റജിക് ബോംബറുകളും ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ബോംബറുകളാകുമ്പോൾ അതിൽ ധാരാളം മിസൈലുകൾ വഹിക്കാൻ അതിന് സാധിക്കും. നമ്മൾ സാധാരണ പറഞ്ഞ F-35 പോലുള്ള യുദ്ധവിമാനമല്ല, സ്ട്രാറ്റജിക് ബോംബറിന് അതിന്റെ ഡസൻ കണക്കിന് മിസൈലുകൾ വഹിക്കാൻ ആ ബോംബറിന് സാധിക്കും. അതുകൊണ്ട് അതും ഇതോടൊപ്പം ചേരുമ്പോൾ ഒരു വൻ ആക്രമണം ഇറാനിൽ അഴിച്ചുവിടാൻ അമേരിക്കക്ക് സാധിക്കും. ഏത് രീതിയിലായിരിക്കും അമേരിക്ക ഈ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കാര്യം വ്യക്തമല്ല.